ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ചന്ദ്രേരി പുഴയിലാണുള്ളത്. അപ്പോൾ നമുക്കറിയാം പുഴ ഓൾമോസ്റ്റ് നല്ല ചൂടായതുകൊണ്ട് വറ്റി വരളുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഒരു നാട്ടിലൂടെ ഒരു പുഴ ഒഴുകുമ്പോൾ ആ പുഴ എന്ന് പറയുന്നത് ആ പ്രദേശത്ത് താമസിക്കുന്ന ഒരുപാട് ജീവികൾക്ക് ആവാസ വ്യവസ്ഥയും നല്ല തണുപ്പും തണലും ഒക്കെ നൽകുന്ന നല്ലൊരു അനുഗ്രഹമാണ് ഒരു പുഴ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ചന്ദ്രേരി പുഴയുടെ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോഴത്തെ ശോചനീയാവസ്ഥയും അതിലെ മാലിന്യത്തിൻ്റെ അവസ്ഥയൊക്കെ വെച്ചിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ അതുപോലെ തന്നെ ഇതിൽ ഞാൻ നമുക്കറിയാം ഒരു പുഴയുണ്ടെങ്കിൽ ആ പുഴയുടെ സൈഡിൽ ഒരുപാട് മരങ്ങളും ചെടികളൊക്കെ നിറഞ്ഞ് പൂക്കളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ചെറിയ ജീവികളും പക്ഷികളൊക്കെ ആയിട്ട് ഒരുപാട് ജീവികൾക്ക് നല്ലൊരു ആവാസ വ്യവസ്ഥയാണ് ഒരു പുഴ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ഓൾമോസ്റ്റ് ഇതിന് മുമ്പ് ഒരു പഴം ഞാൻ ഭക്ഷ്യയോഗ്യമായ, അതായത് പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷിക്കുന്നതും അതുപോലെ മനുഷ്യർക്ക് ഭക്ഷിക്കാൻ പറ്റുന്നതായ ഒരുപാട് പഴങ്ങൾ ഈ പുഴയുടെ സൈഡിലുണ്ട്. അപ്പോൾ അതിലൊരു പഴമായ ഞാവൽ ഞാൻ ഓൾറെഡി എൻ്റെ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഒരു പഴം എന്ന് പറയുന്നത് ഒരു ഞാണിക്ക എന്ന് പറയുന്ന ഒരു പഴമാണ്. അപ്പോൾ ഇത് പുഴയുടെ സൈഡിൽ തന്നെ ഉള്ളതാണ്. ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഏകദേശം ഒരു ചിക്കൂസിൻ്റെ അതേ ഒരു ടേസ്റ്റ്, ചെറിയൊരു വെറൈറ്റി ആണെങ്കിലും ചിക്കൂസിൻ്റെ രൂപസാദൃശ്യമൊന്നും ഇല്ലാത്ത, എന്നാൽ ഇലകളിൽ ചിക്കൂസിൻ്റെ ഒരു സാദൃശ്യമുള്ള, ടേസ്റ്റിലാണെങ്കിലും അകത്ത വിത്ത് ചിക്കൂസിൻ്റെ സെയിം വിത്ത് വരുന്ന ഒരു പഴമാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില ആളുകൾക്ക് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെ പറയുന്നത് ഞാണിക്ക എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഇതിന് വേറെ പേരുണ്ടോ എനിക്കറിയത്തില്ല. കാരണം നിലവിൽ ഇതിൻ്റെ പേര് ഞാണിക്ക എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ ഒരുപാട് കഴിക്കുന്നതാണ്, കുട്ടികളൊക്കെ ഒരുപാട് കഴിക്കുന്നതാണ്. നല്ല മധുരമുള്ള പഴമാണ്. അപ്പോൾ ഇത് പഴുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് ഞെക്കി നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പഴം കണ്ടവരുണ്ടെങ്കിൽ, കഴിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കഴിക്കാത്തവരുണ്ടെങ്കിൽ, നിങ്ങളുടെ നാട്ടിൽ ഇതിന് വേറെ പേരുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അങ്ങനെയുള്ളൊരു പഴമാണ് ഞാനിന്ന് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതാണ് ഈ ഞാണിക്ക എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടുള്ളവരുണ്ടാവാം, കാണാത്തവരുണ്ടാവാം. അപ്പോൾ ഇതാണ് ഈ ഞാണിക്ക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിങ്ങനെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ അകത്തുള്ള വിത്ത് എന്ന് പറയുന്നത്. ശരിക്കും ചിക്കൂസിൻ്റെ സെയിം വിത്ത് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. നല്ല മധുരമുള്ള പഴമാണ്. ഇത് ആർക്ക് വേണമെങ്കിലും കഴിക്കാം, കുട്ടികൾക്ക് ആർക്കും വേണമെങ്കിലും കഴിക്കാം. യാതൊരു വിഷമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യാതൊരു ഇതുമല്ല. നല്ല പഴമാണ്, നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നതാണത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഞാണിക്ക എന്ന് പറയുന്ന പഴം. അപ്പോൾ ഇതിങ്ങനെ കൊലയായി ഇങ്ങനെ പിടിക്കും. ഇത് ഈ ഒരു മരത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ, ഇത് കൊലയായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇല കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം ഏകദേശം ഒരു ചിക്കൂസിൻ്റെ ആ ഒരു സെയിം സാമ്യമുള്ളൊരു ഇല തന്നെയാണ് ഇതിൻ്റെത്. പക്ഷേ ചിക്കുവിൻ്റെ അത് ജനുസിൽപ്പെട്ടതായിരിക്കും, പക്ഷേ ചിക്കു അല്ല, ആ ഒരു ഇതിൽപ്പെട്ടൊരു ഇലയാണ് ഇതിൻ്റെ. അപ്പോൾ ഇതാണ് ഞാണിക്ക. അത് ഈ ഞാണിക്ക തന്നെ ഈ പുഴയ സൈഡിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട്. വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറത്തിലും രൂപത്തിലും വലിപ്പത്തിലും ഒക്കെ വ്യത്യാസമുള്ള ഒരുപാട് ഞാണിക്ക ഇതേ പുഴയുടെ സൈഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാണിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വേറൊരു വെറൈറ്റിയാണ് ഞാണിക്കയുടെ. നേരത്തെ കണ്ടതിൽ നിന്നും ചെറിയൊരു വ്യത്യാസമുണ്ടാവും. സ്വല്പം നീളം കൂടുതലാണ്, അതായത് കളറ് വ്യത്യാസമുണ്ട്. കളറ് ഒരു പച്ചയാണ്. നേരത്തെ നമ്മൾ കണ്ടതിന് ചെറിയൊരു ബ്രൗൺ കളറുണ്ട്. അപ്പോൾ ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇതും വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ ഇത് അല്പം നീളം കൂടുതലും ആ ഒരു ബ്രൗൺ കളറുണ്ട് ഇതിന്. അപ്പോൾ ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇതിലൊരു 3-4 ടൈപ്പ് ഏകദേശം സെയിം സാധനം തന്നെയാണ്, ചെറിയ വ്യത്യാസങ്ങൾ. അത് നമുക്ക് മനസ്സിലാകത്തൊന്നുമില്ല, എങ്കിലും ഇങ്ങനെ 3-4 വെറൈറ്റിയിൽ ഈ സാധനം ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇത് വേറെയാണ്, കാരണം ഇതിനൊരു ബ്രൗൺ കളറോ യാതൊന്നുമില്ല. ഇത് ശരിക്കും പക്ക പച്ച കളറാണ് ഇതിൻ്റെ വരുന്നത്, ഗ്രീനാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഞാണിക്കൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് പഴുത്താൽ തിരിച്ചറിയാൻ പറ്റില്ല. ഇത് പഴുത്താലും ചിക്കുവിൻ്റെ അതേ സ്വഭാവം തന്നെയാണ് ഇതിനും. ചിക്കു നമുക്ക് പഴുത്താൽ തിരിച്ചറിയാൻ പറ്റില്ല, ഞെക്കി നോക്കിയിട്ട് വേണം നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്.
സെയിം ഇത് തന്നെയാണ് ഈ ഒരു പഴത്തിനും. കാരണം ഇത് പഴുത്താൽ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റില്ല, പക്ഷേ ഞെക്കി നോക്കിയാൽ മാത്രമേ നമുക്കിത് അറിയുള്ളൂ. ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ള ഇത് പച്ചയാണ്. പച്ചയാകുമ്പോൾ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൽ ചിക്കുൻ്റെ അതേപോലെ കണ്ടില്ലേ ഇങ്ങനെ കറയുണ്ടാവും. ചിക്കുൻ്റെ സെയിം കറ ഇതിലും ഉണ്ടാവും. ചിക്കുന് നമുക്കറിയാം, ചിക്കുന് ഇതേപോലെയാണ്. നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ നല്ല കറയുണ്ടാവും. പച്ച പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഈ ഞാണിക്കൻ്റെയും സ്വഭാവം. അതായത് കറയായിരിക്കും ഭയങ്കര. നമുക്ക് പച്ച തിന്നാൻ പറ്റില്ല, ചവർപ്പുണ്ടാവും. പറിച്ച് വെച്ച് പഴുപ്പിക്കാനും പറ്റില്ല, പഴുപ്പിച്ചാലും വലിയ ടേസ്റ്റ് ഇല്ല. ശരിക്കും ഇത് ഇതിൻ്റെ മുകളിൽ നിന്ന് തന്നെ പഴുക്കണം. ഞാണിക്കയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പഴുത്താൽ തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഞെക്കി നോക്കിയിട്ട് വേണം ഇത് മനസ്സിലാക്കാൻ വേണ്ടി. മാത്രമല്ല ഇത് പഴുത്ത് കഴിഞ്ഞാൽ അധിക കാലമൊന്നും ഇതിൻ്റെ ചെടിയിൽ ഉണ്ടാവില്ല. കാരണം കൂടുതൽ പോയാൽ ഒരു ദിവസം, ഒരു 5-6 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ മാക്സിമം. 5 ദിവസം തന്നെ ഉണ്ടാവില്ല. അതിന് മുമ്പ് തന്നെ വവ്വാലുകളും മറ്റ് പക്ഷികളൊക്കെ വന്ന് ഇത് തിന്നിട്ട് പോകും. മാത്രമല്ല ഇത് കൊഴിഞ്ഞു പോവുകയും ചെയ്യും പഴുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിനു മുമ്പ് നമ്മളിത് സ്ഥിരം ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്കിത് മനസ്സിലാവുള്ളൂ. പിന്നെ ഇത് എവിടെ കണ്ടാലും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഞെക്കി നോക്കുക. ഈ കൊലയിൽ പോയിട്ട് നമുക്ക് ഞെക്കി നോക്കിയാൽ അറിയാം. ഇത് ഇത്രയൊക്കെ വലിപ്പം ഉണ്ടാവുള്ളൂ. ഇത് ഞെക്കി നോക്കുമ്പോൾ നമുക്കറിയാം പഴുത്തതാണെങ്കിൽ ഇത് ഞെങ്ങി ഉടഞ്ഞു വരും. അന്നേരം തന്നെ അത് കഴിക്കാവുന്നതാണ്. അല്ലാത്തത് കഴിച്ചാൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പച്ച കഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാണിക്കയുടെ പ്രത്യേകതകൾ. അപ്പോൾ ഈ പഴം നിങ്ങൾ ഇനി എവിടെ കണ്ടാലും, പുഴയുടെ സൈഡിൽ എവിടെ കണ്ടാലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറിച്ച് കഴിക്കാം. കാരണം ഇത് യാതൊരുവിധ വിഷമോ അങ്ങനെയുള്ള യാതൊരു സംഭവമല്ല. ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ്. ഹെൽത്തിയാണ്, നല്ല ഫ്രൂട്ട്സാണ്. നമ്മളൊക്കെ ചെറുപ്പം മുതലേ കഴിച്ചു വരുന്നതാണ്. ഈ പുഴയുടെ വക്കിലൊക്കെ താമസിക്കുന്നവർക്കറിയാം, ഒരുപാട് അപ്പോൾ ഇതാണ് ഞാണിക്കയുടെ മരം. നമുക്കറിയാം ഇത് ഏകദേശം ചിക്കുൻ്റെ സെയിം ഒരു ഇലയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഞാണിക്കയുടെ മരം. അപ്പോൾ ഇതിങ്ങനെ പുഴ സൈഡിലൊക്കെ കുറേ ഉണ്ടാവും. ഈ മരം ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇവിടെയുള്ള എല്ലാം ഈ മരമാണ്. അപ്പോൾ പുഴ സൈഡിൽ വരുന്നവർ ധൈര്യമായിട്ട് ഈ മരത്തിൽ ഈ പഴം കണ്ടു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പറിച്ച് കഴിച്ചോ. യാതൊരു പേടിയും വേണ്ട, നിങ്ങൾക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ ഹെൽത്തി ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് മാർച്ച് മാസമാണ്. അപ്പോൾ ഏകദേശം ഒരു ഏപ്രിൽ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക്, മാർച്ച് കഴിയാറായി, മാർച്ച് ഏകദേശം 25 കഴിഞ്ഞു. ഏപ്രിൽ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ പഴം ഓൾമോസ്റ്റ് പഴുത്ത് കഴിയും. അപ്പോൾ അതിനു മുമ്പ് ഇത് കഴിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ പുഴയിൽ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കിട്ടും. നമുക്ക് ഈ പുഴ സൈഡിലൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ കഴിച്ച് നിങ്ങളുടെ ടേസ്റ്റ് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ വീഡിയോയിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോയും ഈ ഒരു അറിവും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമ്മുടെ പുഴ സൈഡിൽ ഒരുപാട് ഭക്ഷ്യയോഗ്യമായ പഴങ്ങളും സസ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇനിയും അതുപോലെ പുതിയ വീഡിയോസായിട്ട് വരുന്നതാണ്. അപ്പോൾ ഞാണിക്ക ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.